നമസ്കാരം. ഒരു തയ്യാറെടുപ്പുകളും നടത്താൻ പറ്റിയിട്ടില്ല. ഇന്നലെ ചെയ്ത വീഡിയോയുടെ കാരണങ്ങളൊന്ന് ബോധിപ്പിക്കണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് രാഷ്ട്രീയക്കാരിങ്ങനെ ആയതെന്നും ജോസഫ് മുണ്ടശ്ശേരി മാഷ് പറഞ്ഞ ഈ കോർപ്പറേഷൻ എന്ന്, അതായത് സഹകരണ പ്രസ്ഥാനം എന്ന് പറയുന്ന ആശയം മഹത്തരമായിരുന്നുവെന്ന് ഇന്നത്തെ രാഷ്ട്രീയക്കാരാണ് അത് ഇങ്ങനെയാക്കിയതെന്നൊക്കെ പറയുന്ന കുറേ കാര്യങ്ങൾ അതിനകത്ത് ഞാൻ ആവശ്യപ്പെട്ട ഉത്തരങ്ങളിൽ ആ ചോദ്യങ്ങളെക്കുറിച്ചെല്ലാം വിശദമായിട്ട് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ റാൻഡമായിട്ട് സെർച്ച് ചെയ്യുന്നതിനിടയിൽ വിശാഖപട്ടണത്ത് നടന്ന ഒരു ദാരുണമായ സംഭവം എൻ്റെ മുമ്പിൽ ഇങ്ങനെ അതിങ്ങനെ പ്ലേ ചെയ്തിട്ടിരുന്നതാണ് ഇപ്പോൾ ജസ്റ്റ്. അതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് ചെയ്യുവാണ് വീഡിയോ. പ്രാണയ് തേജ് എന്ന് പറയുന്ന ഒരു 6 വയസ്സുകാരൻ, അത് LKG വിദ്യാർത്ഥിയാണ്. അത് ടീച്ചറുടെ മുമ്പിൽ നിന്ന് ഹോംവർക്ക് ചെയ്യാത്തതിന് വളരെ വിഷമിക്കുന്നുണ്ട്. കൈ ഇങ്ങനെ ഇങ്ങനെ എടുത്ത് കാണിച്ച് കുറേ നേരം അത് ഒന്നും ചെയ്യല്ലേ, എന്താണോ പറയുന്നതെന്തോ. എന്നാലും ടീച്ചർ ഭയങ്കര ബഹളം വെച്ചിട്ടൊന്നും അല്ല, എന്നാലും ഒരു അടി അടിക്കുന്നുണ്ട് മുഖത്ത്. അത് പേടിക്കുന്നുണ്ട്. കുട്ടി പേടിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു 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 5 സെക്കൻഡിനകത്ത് കുഞ്ഞ് കൊളാപ്സായി വീണ് മരിച്ചുപോയി. ഈ ഒരു സിസ്റ്റം എന്നാണ് ഇനി ഒരു 10 വയസ്സ് വരെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചുകൂടാ എന്നറിയുന്ന ഒരു ലോകത്തേക്കൊക്കെ മാറുന്നത് എന്നാണ്? ഞാനൊരു പ്ലേ സ്കൂൾ നടത്തിയ ആളാണ്. കൊറോണ സമയത്താണ് അത് അടച്ചു പോയത്. പ്ലേ സ്കൂൾ നടത്താനുള്ള ഒരു പ്രധാന കാരണം ഒരുപാട് ആൾ വരും, ഒരുപാട് പുരോഗമിക്കും ആൾക്കാരെന്നൊക്കെ വിചാരിച്ചിരുന്നൊരു സാഹചര്യത്തിലാണ് ഈ കുറച്ചുകൂടെ റിമോട്ട് ഏരിയ ആയിട്ട് പോലും ഞാനിവിടെ നഷ്ടം സഹിച്ച്, ഞാൻ ഏതാണ്ട് 6-7 വർഷം നഷ്ടം സഹിച്ച് ഞാൻ ആ പ്രസ്ഥാനം മുമ്പോട്ട് കൊണ്ടുപോയി. ഒരു 1000 രൂപയാണ് നമ്മളതിന്, 600 രൂപയാണ് ഞാനന്ന് ഫീസ് വെച്ചിരുന്നത്. 3 സ്റ്റാഫ് ഉണ്ടായിരുന്നു, 10ഉം 15ഉം പേരേ ഉള്ളൂ. ബാക്കി എൻ്റെ കയ്യിൽ നിന്ന് പണം എടുത്താണ് ഞാൻ കൊടുത്തുകൊണ്ടിരുന്നത്. എന്നാലും അതിൻ്റെ ഗുണം കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് വളരെ ആലോചിച്ചിട്ടാണ് പ്ലേ സ്കൂൾ ഉണ്ടാക്കിയത്. അതിലേക്കൊന്നും മാറാതെ അതിനിടയിലും ഈ ആൾക്കാർ വന്ന് ഹോംവർക്ക് ചെയ്യിക്കണം, എഴുതിക്കണം, വായിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് ഈ LKG കുഞ്ഞുങ്ങളെ നമ്മളോട് വഴക്ക് കൂടിയിട്ടുണ്ട്. നമ്മളതൊന്നും ചെയ്യത്തില്ല എന്ന് പറഞ്ഞതിനാണ് പ്ലേ സ്കൂൾ തുടങ്ങിയത്. സങ്കടമാണത് കണ്ടിട്ട്, സഹിക്കാൻ പറ്റുന്നില്ല സത്യം പറഞ്ഞാൽ. ഇനിയെങ്കിലും നിങ്ങൾ ഓരോരുത്തരും കുഞ്ഞുങ്ങളെ ലാംഗ്വേജ് പഠിപ്പിക്കാനും സയൻസ് പഠിപ്പിക്കാനും ഒന്നും കുഞ്ഞു ക്ലാസ്സിൽ ശ്രമിക്കരുത്. 10 വയസ്സ് വരെ അവർ ജീവിക്കട്ടെ. ദയവേത് അവരെ ജീവിക്കാൻ അനുവദിക്കണം, പ്ലീസ്. നിങ്ങൾ നിർബന്ധിക്കാതെ ഈ സിസ്റ്റം അത് കൊണ്ടുപോകത്തില്ല എന്ന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കണം. ദയവേത് പഠിപ്പിക്കരുത്, അവർ പഠിച്ചോട്ടെ. വളരെ സങ്കടത്തോടെ, സോറി.